ഞെട്ടിച്ച് കളഞ്ഞു മഹീന്ദ്ര. ലോകം മുഴുവൻ ഇനി ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്കായിരിക്കും. കാരണം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഗ്ലോബലി തന്നെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരു ബെഞ്ച് മാർക്ക് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് കൊണ്ടുവരും. അതിലേറ്റവും പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാവ് മഹീന്ദ്രയാണ്. 2025 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ മാനുഫാക്ചറായ മഹീന്ദ്ര അഭിമാനകരമായിട്ടുള്ള നേട്ടവുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഫ്രീഡം ന്യൂ ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഇവൻ്റിലൂടെ 2027 പുറത്തിറങ്ങാൻ പോകുന്ന 4 കോൺസെപ്റ്റ് വാഹനങ്ങളാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. വിഷൻ എസ്, വിഷൻ എക്സ്, വിഷൻ ടി, വിഷൻ SXT എന്ന് പറയുന്ന 4 കോൺസെപ്റ്റാണ് അവർ അവതരിപ്പിച്ചത്. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഭിമാനകരമായ വലിയൊരു നേട്ടമാണ് മഹീന്ദ്ര ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെയുള്ള കോൺസെപ്റ്റുകളാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കുറച്ചധികം ലെങ്ത് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് മുഴുവൻ കാണണം എന്ന് ആദ്യമേ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2022 കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ SUV ആദ്യമേ ഒരു കാര്യം പറയട്ടെ, SUV നമുക്ക് 2 രീതിക്ക് കാറ്റഗറൈസ് ചെയ്യാം. കോർ SUV, അതല്ലെന്നുണ്ടെങ്കിൽ ക്രോസ് ഓവർ SUV. ഈ കോർ SUVയുടെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 2022 17% 2025 വന്നപ്പോഴത്തേക്കും അത് 30% എന്നുള്ളതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മഹീന്ദ്ര എന്താണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ആദ്യമേ തന്നെ പ്ലാറ്റ്ഫോം. ഇവർ പ്ലാറ്റ്ഫോം എന്നുള്ളതല്ല പറയുന്നത്, പ്ലാറ്റ്ഫോം. അതായത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഫ്രീഡം IQ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു സ്കെയിലബിൾ പ്ലാറ്റ്ഫോമാണ് ഇവർ അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണ് സ്കെയിലബിൾ? സ്കെയിലബിൾ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി ഷേപ്പ്. അതിപ്പം ഒരു ക്രോസ് ഓവർ വാഹനത്തിൻ്റെ ബോഡി ഷേപ്പ് ആയിരിക്കാം, SUVയുടെ ബോഡി ഷേപ്പ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ വാഹനത്തിൻ്റെ ബോഡി ഷേപ്പ് ആയിരിക്കാം. ഏത് ബോഡി ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് കൂട്ടത്തക്ക രീതിയിലുള്ള സ്ട്രക്ചറൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്നുള്ള രീതിക്ക് നമുക്ക് കാണാം. 3990 മില്ലിമീറ്റർ മുതൽ 4320 മില്ലിമീറ്റർ വരെ ലെങ്ത് ഉള്ള വാഹനങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഐസ് വേർഷൻ വാഹനം, ഇലക്ട്രിക് വാഹനം, ഹൈബ്രിഡ് വാഹനം, ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം, ഓൾ വീൽ ഡ്രൈവ് വാഹനം, ഇനി അതുമാത്രമല്ല ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള വാഹനം അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള വാഹനം, ഇത്തരത്തിൽ എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ കാണിച്ചിട്ടുള്ള 4 കോൺസെപ്റ്റ് വാഹനങ്ങൾ വിഷൻ എസ്, വിഷൻ SXT, വിഷൻ ടി, വിഷൻ എക്സ്, ഇങ്ങനെയുള്ള 4 കോൺസെപ്റ്റ് വാഹനത്തിൻ്റെയും വീൽ ബേസ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. 2665 മില്ലിമീറ്ററാണ് ആ വീൽ ബേസ്. അപ്പോൾ ഏത് വാഹനം എടുത്താലും 2665 മില്ലിമീറ്റർ ലഭിക്കും എന്നുള്ളതാണ്. അഭിമാനകരമായിട്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്ലാറ്റ്ഫോമിലും സസ്പെൻഷനിലും ഒക്കെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ ഡിസൈൻ സ്റ്റുഡിയോ മുംബൈയിലുണ്ട്, അത് മാത്രമല്ല UK ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെന്നൈയിലുള്ള മഹീന്ദ്ര റിസർച്ച് വാലിയിലാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോം, അതായത് ഫ്രീഡം IQ എന്ന് പറയുന്ന സ്കെയിലബിൾ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് യഥാർത്ഥത്തിലൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം തന്നെയാണ്. മഹീന്ദ്ര ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ വാഹനങ്ങൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ലോകം മുഴുവനും ഓടി നടക്കണം എന്നുള്ളത് തന്നെയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ കോർ SUVയുടെ ശതമാനം, അതായത് 100% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് 90% ആളുകൾക്കും കോർ SUVകളോടാണ് താല്പര്യം എന്നുള്ളതാണ്. ഈ സ്കെയിലബിൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്നൊക്കെ നമ്മൾ വിളിച്ചാൽ പോലും സ്കെയിലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിഫറൻറ്റ് ടൈപ്സ് വാഹനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. കോർ SUVക്ക് എന്താണ് ആവശ്യം? ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ മാത്രമല്ല, കേപ്പബിലിറ്റിയും ഇത്തരം വാഹനങ്ങൾക്കുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്രോച്ച് ആംഗിൾ ആണെന്നുണ്ടെങ്കിലും, റാം ബ്രേക്ക് ഓവർ ആംഗിൾ ആണെന്നുണ്ടെങ്കിലും, ഡിപ്പാർച്ചർ ആംഗിൾ ആണെന്നുണ്ടെങ്കിലും, ഒരു കറക്റ്റായിട്ടുള്ളൊരു കോർ SUVക്ക് എന്താണ് വേണ്ടത്? ആ കറക്റ്റ് മെഷർമെൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും അൺലാഡൻ എന്ന് പറയുന്ന രീതിക്ക് തന്നെ ഈ വാഹനങ്ങൾക്കൊക്കെ 230 മില്ലിമീറ്ററിന് അടുത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഭീമന്മാരായിട്ടുള്ള വാഹനങ്ങളാണ് ഇത്. കാഴ്ചയിൽ ചെറുതായിരിക്കാം, വലുതായിരിക്കാം, പക്ഷേ കേപ്പബിലിറ്റി, അഗ്രസീവായിട്ടുള്ള ലുക്ക്,
ചങ്കി ആയിട്ടുള്ള ക്ലാഡിങ്, ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മികച്ച സസ്പെൻഷൻ, അതായത് ബോക്സി ഷേപ്പിലുള്ള വാഹനങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതായത് SUV സ്റ്റാൻസ് കൂടുതൽ നേടിയെടുക്കാൻ വേണ്ടി അത്തരം ഡിസൈൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഡിസൈൻ വന്നാൽ പോലും കോർണർ എടുക്കുമ്പോഴും അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഹൈ സ്പീഡ് എടുക്കുമ്പോഴൊക്കെ അതിന് നല്ല രീതിക്കുള്ള സ്റ്റെബിലിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സസ്പെൻഷനിലും പ്ലാറ്റ്ഫോമിലും കാര്യമായിട്ടുള്ള വർക്കുകൾ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാറ്റ്ഫോം എന്നുള്ളതല്ല ഇവർ പറയുന്നത്, പ്ലാറ്റ്ഫോം, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫോം. അതായത് പ്ലാറ്റ്ഫോം തന്നെയാണ്, ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിലെ പാസഞ്ചേഴ്സിനും, ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും പുറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിനും അവർക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു സ്പേസ് ലഭിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ സാധാരണ ഇതിലേക്ക് നമ്മൾ കാണുന്നത് ഫ്രണ്ടിലെ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കിട്ടുന്ന അത്രത്തോളം ലെഗ് റൂമും ഹെഡ് റൂമൊക്കെ പിൻനിര അല്ലെങ്കിൽ തൊട്ട് പുറകിലുള്ള റോയിലുള്ള പാസഞ്ചേഴ്സിന് ലഭിക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 2665 മില്ലിമീറ്റർ കോമൺ ആയിട്ടുള്ള വീൽ ബേസ്. സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ BE6ലും XEV9ലൊക്കെ കണ്ടിട്ടുള്ള മൾട്ടിലിങ്ക് ഫൈലിംഗ് സസ്പെൻഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്റീരിയർ പാറ്റേൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറും. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരിക്കും. ഒരു പ്രത്യേക രീതിക്കുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിക്കുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അത് പ്രൊഡക്ഷൻ വേർഷനിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതാപ് ബോസ് ആണ് അവരുടെ ചീഫ് ഡിസൈനർ. അദ്ദേഹത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മികച്ച ഡിസൈനുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് BE6 ആണെന്നുണ്ടെങ്കിലും XEV9 ആണെന്നുണ്ടെങ്കിലും എന്താണോ പ്രൊഡക്ഷൻ മോഡൽ അത് തന്നെയായിരുന്നു ഒരു കോൺസെപ്റ്റ് എന്നുള്ള രീതിക്ക് കാണിച്ചത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇത്തരം ഷീറ്റ് മെറ്റലൊക്കെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് വളരെ ചങ്കി ആയിട്ടുള്ള, വളരെ ചെത്തി മിനുക്കി എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സ്കൾപ്ചേർഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡിസൈൻ സ്റ്റുഡിയോ മുംബൈയിലുണ്ട്, അത് മാത്രമല്ല UK-യിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇവർ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവന്നത്. ഓരോ വാഹനം, അതിപ്പം മഹീന്ദ്രയുടെ വിഷൻ S ആണെന്നുണ്ടെങ്കിലും വിഷൻ T ആണെന്നുണ്ടെങ്കിലും, T ഫോർ താർ ആണ് കേട്ടോ. അപ്പോൾ താറിൻ്റെയൊക്കെ ഏകദേശം ഒരു അംശം അവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ വിഷൻ SXT ആണ്, പിന്നെ വിഷൻ X. ഇങ്ങനെയുള്ള 4 വാഹനത്തിൽ ഏത് വാഹനം എടുത്താലും അതിൻ്റെതായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുണ്ട്. അല്ലാതെ ഈ വാഹനത്തിൻ്റെ ഒരു ഛായ മറ്റു വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതാണ് എടുത്തു കൊണ്ട ഒരു കാര്യം. ഗ്ലോബൽ എൻക്യാപ്പിലാണെന്നുണ്ടെങ്കിലും യൂറോ എൻക്യാപ്പിലാണെന്നുണ്ടെങ്കിലും ഭാരത് എൻക്യാപ്പിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡൊക്കെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ചെയ്യുന്ന ഏജൻസികളിൽ നിന്നും നല്ല സേഫ്റ്റി റേറ്റിംഗ് ലഭിക്കത്തക്ക രീതിയിലുള്ള വാഹനങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ 100-ൽ 100 പോയിന്റ് ലഭിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അവരെത്രയാണോ ടോട്ടൽ സ്കോർ വയ്ക്കുന്നത് അതിനോട് അത്ര തന്നെ അല്ലെങ്കിൽ 100-ൽ 100 തന്നെ ലഭിക്കത്തക്ക രീതിയിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. എടുത്തുകൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് ടോർക്ക് സ്റ്റിയറിംഗ്, നമുക്കറിയാം ആ ഒരു സ്റ്റിയറിംഗിൻ്റെ കേപ്പബിലിറ്റി എത്ര തന്നെ വേഗതയിൽ പോയാലും വാഹനത്തെ അതിൻ്റെ കൺട്രോളിൽ നിലനിൽക്കുകയും അല്ലെങ്കിൽ അത് അജൈൽ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ആ ഒരു നേച്ചർ ഉണ്ടല്ലോ, അത് അണ്ടർ ദ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഇത്തരം സ്റ്റിയറിംഗ് സിസ്റ്റവും അതുമാത്രമല്ല മൾട്ടിലിങ്ക് ഫൈലിംഗ് സസ്പെൻഷൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു. ഇത്തരം കോമ്പിനേഷൻ, അതായത് ഈ പ്ലാറ്റ്ഫോം, സസ്പെൻഷൻ, സ്റ്റിയറിംഗ്, ഇതിൻ്റെ എല്ലാം ഒരു ക്യാമറാട്രി തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തെ സഹായിക്കും. കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ ലഭിക്കാനും അതുമാത്രമല്ല അജിലിറ്റി എന്ന് പറയുന്ന ആ ഒരു നേച്ചറിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാഹനത്തിൻ്റെ ബോഡി ഷെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലൈറ്റാണ് എന്ന് കരുതി അത് വീക്കല്ല, അത് സ്ട്രോങ് തന്നെയാണ്. ലൈറ്റ് ആണെങ്കിൽ കൂടിയും സ്ട്രോങ് ആണ്. അതാണ് ഇവിടെ എടുത്തു കൊണ്ടൊരു കാര്യം. ടിയെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വാഹനമാണ്, ഒരു പിക്കപ്പ് ടൈപ്പ് വാഹനമാണ് വിഷൻ SXT എന്ന് പറയുന്നത്. അപ്പോൾ T ഫോർ താറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറിൻ്റെ ആ ഒരു ബോക്സി ജീപ്പ് കൈൻഡ് ഓഫ് ഡിസൈൻ ഉണ്ടല്ലോ, അതെന്തായാലും അതിൻ്റെ അംശങ്ങൾ തീർച്ചയായിട്ടും ഈ 2 വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്ന ബൊലേറോ നിയോയുടെ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ താർ സ്പോർട്സ് എന്നുള്ള പേരിലൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ച വാഹനം എന്നുള്ളതല്ല, ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് അവർ ടെസ്റ്റ് ചെയ്തു. അത് യഥാർത്ഥത്തിൽ വിഷൻ S ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മീറ്ററിന് താഴത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ഉറ്റുനോക്കുന്നൊരു വാഹനം തന്നെയാണ്. വിഷൻ X എന്ന് പറയുന്നത് നമ്മുടെ മഹീന്ദ്ര 3XOയുടെയൊക്കെ ഒരു 2 ജനറേഷൻ മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഡിസൈനിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും മിററിന് പകരം ക്യാമറ, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ വേരിയൻറ്റിൽ ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊക്കെ വരുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും 2027 വരാൻ പോകുന്ന 4 കോൺസെപ്റ്റ് വാഹനങ്ങൾ ഞെട്ടിച്ചു. ഇനി ടാറ്റ എന്ത് ചെയ്യും? ടാറ്റയ്ക്ക് ഇതിന് മുകളിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവിന്യ കോൺസെപ്റ്റ് കാണിക്കുമ്പോൾ ഇതിന് മുകളിൽ നിൽക്കണം. അവിന്യ ഒരു വാഹനത്തിൻ്റെ പേരല്ല, ഒരു ബ്രാൻഡാണ്. ആ അവിന്യ എന്ന് പറയുന്ന നെയിം ടാഗിനകത്ത് തന്നെ ഒരുപാട് സീരീസ് അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് നെയിം പ്ലേറ്റിലുള്ള വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇന്ന് മഹീന്ദ്ര കാഴ്ചവെച്ചത്. വില എന്ന് പറയുന്നത് എവിടെ ചെന്ന് നിൽക്കും എന്ന് നമുക്കറിയില്ല. കാരണം ഇത്തരം വാഹനങ്ങൾക്കൊക്കെ സാധാരണക്കാരൻ്റെ കയ്യിൽ നിൽക്കുന്നതിന് മുകളിലായിരിക്കും വില എന്ന് പറയുന്നത്.
നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.